ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ മനസ്സിലാക്കി സാറിൽ നിന്നും. അപ്പോൾ പല മേഖലയിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും സാറ് വർക്ക് ചെയ്തതായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ജേക്കബ് തോമസ് ടച്ച് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ? ഒന്ന് സർവീസിൽ പല പല വകുപ്പുകളിലും പല വിധത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം നമ്മളുടെ മുഖ്യമന്ത്രിമാർ പിണറായി വിജയൻ ഉൾപ്പെടെ എനിക്ക് നൽകി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ, മാരിടൈം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങി അവസാനം ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഷൊർണൂറുള്ള മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന തൂമ്പായും അരിവാളും ഉണ്ടാക്കുന്ന കമ്പനിയിൽ വരെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായതുകൊണ്ട് തൂമ്പായും കമ്പിയും ഉണ്ടാക്കാൻ എനിക്കറിയാം. അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന റീറ്റെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയും എനിക്കറിയാം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എങ്ങനെയാണ് പ്ലാന്റേഷൻ നടത്തേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. അതുപോലെ വനിതാ കമ്മീഷന് ജോലി ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി എനിക്കറിയാം. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ജോലി ചെയ്തുകൊണ്ട് ഇവിടുത്തെ മനുഷ്യാവകാശങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ലോകായുക്തയിൽ ജോലി ചെയ്തതുകൊണ്ടും വിജിലൻസ് ജോലി ചെയ്തുകൊണ്ടും ഇവിടുത്തെ കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും നടക്കുന്ന അഴിമതികളെ പറ്റി അറിയാം. എല്ലാ വകുപ്പുകളെ പറ്റി അപ്പോൾ പഠിക്കാൻ പറ്റി. വിജിലൻസ് ഞാൻ 2 ടൈം ജോലി ചെയ്തു. ഒന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞാൻ അവിടെ ADGP ആയിട്ട് ജോലി ചെയ്തു. അതിനുശേഷം പ്രൊമോഷൻ കിട്ടി ഫയർഫോഴ്സിലേക്ക് പോയി. രണ്ടാമത് അവിടുന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ ഡയറക്ടറായിട്ടും വിജിലൻസിൽ വന്ന് ജോലി ചെയ്തു. അപ്പം വിജിലൻസിലെ എല്ലാ വകുപ്പുകളിലെ അഴിമതിയെ പറ്റി നിരീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ എല്ലാ വകുപ്പുകളെ പറ്റി എനിക്കറിയാം. പിന്നെ അതിനുശേഷം ഞാൻ IMG എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പരിശീലനം നൽകുന്നൊരു സ്ഥാപനമാണ്. അപ്പോഴും എല്ലാ വകുപ്പുകളുടെയും കാര്യങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവസരം അവിടെ നിന്നും കിട്ടി. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഈ നമ്മുടെ മുഖ്യമന്ത്രിമാർ എന്നെ പോസ്റ്റ് ചെയ്തത് കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് നല്ല പരിചയമുണ്ട്. എല്ലാ സ്ഥലത്തും എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിവ് വേണമെന്നുണ്ടെങ്കിൽ കാസർഗോഡാണെങ്കിലും എനിക്ക് വിളിച്ചു ചോദിക്കാൻ അവിടെ ആളുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്ത സ്ഥലമാണല്ലോ. അതുപോലെ ഇടുക്കിയിലാണേലും എനിക്ക് വിളിച്ചു ചോദിക്കാൻ ആളുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്. അപ്പം കോട്ടയത്താണേലും എനിക്ക് വിളിച്ചു ചോദിക്കാൻ ആളുണ്ട്. തൃശ്ശൂരാണേലും ആളുണ്ട്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായിട്ടും ഒരു സംതൃപ്തി നൽകുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനിയും തുടരണം എന്ന് തോന്നിയ ഡിപ്പാർട്ട്മെന്റ് ഏതാ? വിജിലൻസ് തുടരണമെന്ന് തോന്നിയിരുന്നു. കാരണം ചില പദ്ധതികൾ നമ്മൾ തുടങ്ങി അത് ഒന്ന് സ്റ്റേബിൾ ആകുന്നത് വരെ അത് ഹാൻഡ് ഹോൾഡ് ചെയ്യാന്ന് പറയും. അതിനെ ഒന്ന് താങ്ങി നിർത്തിയാൽ മാത്രമേ അത് സ്വന്തം കാലം നിന്ന് മുന്നോട്ട് പോകത്തുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ വിജിലൻസിൽ അതിനുള്ളൊരു സമയം എനിക്ക് പിണറായി വിജയൻ തന്നില്ല. കാരണം പിണറായി വിജയൻ തരാത്തതിന് അദ്ദേഹത്തിന് കാരണമുണ്ട്. കാരണം ഞാൻ തുടങ്ങി വെച്ച ഈ കേരളത്തിലെ അഴിമതി അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അഴിമതി സിസ്റ്റമൊക്കെ തകർന്നു പോകും. പിന്നെ അഴിമതി ഇപ്പം നമ്മൾ ശബരിമലയിൽ ഈ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ വാസവനും ഒന്നും ഇങ്ങനെ ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർക്കും അതുപോലെ ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അവരൊക്കെ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഭരണത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമ്മളിപ്പോൾ കാണേണ്ടത്. അപ്പോൾ വിജിലൻസിൽ തുടങ്ങി വെച്ച പദ്ധതികൾ എപ്പോഴും നമ്മൾ മാനേജ്മെൻറ്റ് പറയാറുണ്ട്, എവരി പ്രോജക്റ്റ് ഈസ് എ ഫെയിലിയർ അറ്റ് 90% ഓഫ് ഇറ്റ്സ് കംപ്ലീഷൻ. ഇപ്പോൾ ഒരു പദ്ധതിക്കൊരു നമ്മൾ പെഡ് CPM ചാർട്ട് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുമല്ലോ. ഈ ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേജ് 90% പൂർത്തിയായി ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് 90% കംപ്ലീഷനിൽ അത് ഫെയിലിയറാണ്. അപ്പോൾ ആ ലാസ്റ്റ് 10% കൂടെ പൂർത്തിയാക്കാൻ ഒരു സമയം കിട്ടിയാൽ മാത്രമേ ആ പദ്ധതി പൂർണ്ണമാകത്തുള്ളൂ. ഒരു എക്സാമ്പിൾ വിജിലൻസ് അതുപോലെ ഒരു സാധനം. അതുപോലെ മാരിടൈം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നീണ്ടകരയിലും കൊടുങ്ങല്ലൂരും 2 മാരിടൈം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിരുന്നു. കാസർഗോഡും തുടങ്ങിയിരുന്നു, കോഴിക്കോടും തുടങ്ങിയിരുന്നു. അപ്പോൾ കേരളത്തിനെ ഒരു മാരിടൈം എഡ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പം ഈ മാരിടൈം എഡ്യൂക്കേഷൻ ഹബ്ബാക്കുന്നത് എന്തിനാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 44 പുഴകളുണ്ട്, കുറേയധികം തടാകങ്ങളുണ്ട്, പിന്നെ കടൽ ഇങ്ങനെ 600 കിലോമീറ്ററിലധികം ഇങ്ങനെ റിബൺ പോലെയല്ലേ കേരളം കിടക്കുന്നത്. അപ്പം വെള്ളവുമായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്.
അതിപ്പോൾ കോട്ടയം ജില്ലക്കാരാണെങ്കിലും അവർക്ക് വേമ്പനാടിലേക്കും മീനച്ചിലാറും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ ജില്ലക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഈ വെള്ളവുമായിട്ടുള്ള ഒരു സാമീപ്യമുണ്ട്. ഈ മാരിടൈം മേഖലയിൽ കുറേയധികം ജോലിയുണ്ട്. ഫിലിപ്പീൻസുകാരായിരുന്നു ആ സമയത്ത് ലോകത്തിൻ്റെ മാരിടൈം മേഖലയിലെ ജോലിയുടെ ഏകദേശം ഒരു 16% ഫിലിപ്പീൻസുകാർ മാത്രമായിരുന്നു. ഫിലിപ്പീൻസ് അതുപോലെ കുറേ ഐലൻഡുകളാണല്ലോ, വെള്ളവുമായിട്ട് വളരെ സാമ്യം. കേരളം അതുപോലെ തന്നെ നമുക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് മാരിടൈം എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബാക്കാം കേരളം എന്ന ഉദ്ദേശത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഉപയോഗിക്കാതെ, അന്ന് ഞാൻ കൃഷി പഠിച്ചതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആയിരുന്നു നബാർഡിൻ്റെ ചീഫായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നബാർഡിൻ്റെ ആൾക്കാരെ കണ്ട് നബാർഡിൻ്റെ ഫണ്ട് ഈ മാരിടൈം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കൃഷിയുമായിട്ടൊരു ബന്ധമില്ല എന്നാൽ പോലും മാരിടൈം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഈ അതിൻ്റെ ഫണ്ട് നബാർഡ് തന്നു. അങ്ങനെ നീണ്ടകരയിലും കൊടുങ്ങല്ലൂരും ഒക്കെ അങ്ങനെ ഒരു സ്ഥാപനങ്ങളുടെ ബിൽഡിംഗ് കെട്ടാനുള്ള ഫണ്ട്. പിന്നെ അവിടെ 36ഓളം ഈ മാരിടൈം നോട്ടിക്കൽ മേഖലയിലുള്ള കോഴ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ബോംബെയിലാണ് ഈ നോട്ടിക്കൽ അഡ്വൈസറൊക്കെ. അപ്പോൾ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഉള്ള ഈ പെർമിഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ പ്രസൻറ്റേഷൻ ബോംബെ പോയി നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ ആയി ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ തരാമെന്നും പറഞ്ഞു. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ആകുന്നതിന് മുമ്പ് തന്നെ എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് എനിക്കത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു വികസനത്തിനും തൊഴിലിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും കേരളത്തിലുള്ള കുറേയധികം ആളുകൾക്ക് നല്ല ലെവലിലുള്ള ഒരു തൊഴിൽ കിട്ടുന്നതിനുമൊക്കെ ഈ മാരിടൈം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇന്നും അത് പൊടി പിടിച്ച് കിടക്കുകയാണ്. അത് പിന്നീടുള്ളവർക്കും ഇങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാതെ പോയി എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിൽ കുറേയധികം സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വകാര്യ മേഖലയെ വികസിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ മുഖമുദ്ര.